അസ്സലാമലൈക്കും, വെൽക്കം ടു യൂട്യൂബ് ചാനൽ ചെന്നാമറിയ ബ്ലോഗ്. ഇന്ന് സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോകാം. സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഇത് ഭയങ്കര വൈറലായിട്ടുണ്ട്, ലാലേട്ടൻ്റെ സ്പെഷ്യൽ. അപ്പോൾ നമുക്ക് ലാലേട്ടൻ്റെ സ്പെഷ്യൽ ഉണ്ടാക്കാം. ഇതൊക്കെ മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് 4 ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 4 ഐസ്ക്രീം, മിൽക്ക് മേഡ് ബോട്ടിൽ, പിന്നെ അല്ല ഒരു ഐസ്ക്രീം തന്നെ മുളകായിട്ടിലെത്തി, പിന്നെ ഞാൻ 3 ഉള്ളൂ. അപ്പോൾ മാറ്റി വെച്ച് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് കേട്ടാ. കുറച്ച് പഴം, 4 പഴം ഉണ്ടാവും, 4 പഴം, പിന്നെ ഒരു ശർക്കര. നമുക്ക് ഇത് അടുപ്പത്ത് വെക്കാം. പിന്നെ നെയ്യിലെല്ലാം ഒന്ന് വാട്ടാം. ബോൾ ഐസ്ക്രീമാണ് കേട്ടോ. നമുക്കിനി വാട്ടിയെടുക്കാം. ഐസ്ക്രീമൊക്കെ മേലിട്ടിട്ട് ഇപ്പോൾ ലാലേട്ടൻ്റെ സ്പെഷ്യൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണേ. പക്ഷേ ഇനി ബാക്കി പിന്നെ നമ്മൾ സ്പെഷ്യൽ കേട്ടോ. പാൻ ചൂടാക്കാൻ വെച്ചിരിക്കണേ. പാൻ ചൂടായി വന്നിട്ട് നമുക്ക് നെയ്യ് ഇടണം, പഴം, ശർക്കര, പിന്നെ ഐസ്ക്രീമും മിൽക്കും വേണം ഫ്രിഡ്ജിലാട്ടോ. ചെറിയ വന്ന കാണും സാധനം വീഡിയോ നന്നായി വാടി വരാം. നമുക്ക് ഇന്നൊരു മേലെ ശർക്കര ഒക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ. ശർക്കര പൊടി ഇട്ടണം. എന്ന് വെച്ചാൽ നമ്മൾ ഐസ്ക്രീം മേലെ ഇടുന്നുണ്ട്, അതിൽ ലാസ്റ്റ് നമ്മൾ ചെയ്യാം. നെയ്യൊക്കെ ഉണ്ട്, അപ്പോൾ നെയ്യൊക്കെ ഒന്ന് വേണം ഇതിൽ പിടിച്ച് വരണം, നല്ലൊരു കളറൊക്കെ ആയി വരണം കേട്ടോ. കണ്ട, അപ്പോൾ നമ്മൾ ഐസ്ക്രീം ലാസ്റ്റ് ആണല്ലോ നമ്മൾ ചെയ്യുക. മിൽക്ക് മേഡ് ഒന്ന് ഭംഗിക്ക് ചെറുതായിട്ട് വയ്ക്കും, ഓവർ വയ്ക്കില്ല. നമുക്ക് ഓവർ മധുരം പറ്റില്ലല്ലോ, നമുക്ക് ഓൾറെഡി ഐസ്ക്രീം മധുരം ഉള്ളതാണ്. അപ്പോൾ നമ്മൾ മിൽക്ക് മേഡ് മാത്രം ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ഒരു ആ വർക്കിന് വേണ്ടിയിട്ട്, മോഡലാകാൻ വേണ്ടിയിട്ട് റൗണ്ടായി ചെറുതായിട്ട് ഇങ്ങനെ ഡിസൈൻ പോലെ ചെയ്ത് കൊടുക്കും. റൗണ്ടോ ഇപ്പോൾ ഭയങ്കര വൈറലായതാണ്, പക്ഷേ സംഭവം നല്ല ടേസ്റ്റൊക്കെയാണ് കേട്ടോ. മധുരമാണ്. ഈ ഷുഗറുള്ളവരൊക്കെ ഒന്ന് എന്താ പറയുക, കഴിക്കണ്ട. ഷുഗർ ഇല്ലാത്തവർ കഴിച്ചോ. മറിച്ചിടാൻ നല്ലൊരു പണിൻ്റെ ഇതിൽ ഇങ്ങനത്തെ ഒക്കെ ചട്ടക്കല്ലേ പറ്റുള്ളൂ, ഫ്രൈ ഫാനിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാനത് മറിച്ചിട്ട് ബാക്കി വരാം. ശർക്കര ഇട്ടാൽ ഇങ്ങനെ ഒരു കളറും വരും, നമുക്കൊരു രസമാണ് കാണാൻ. ആ വീഡിയോയിലൊരു പ്രത്യേക രസമായിരിക്കും. ഞാൻ നെയ്യൊക്കെ കഴിക്കണത് കുറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവനാൻ്റെ വീട്ടിൽ വന്നാലൊരു പ്രത്യേകത ഇല്ലേ, അങ്ങനെ കഴിക്കൽ. എനിക്ക് ഈ ഓർമ്മകളൊന്നും ഇത്തിരി കൂടുതലാണ്. ഇങ്ങനത്തെ ഐറ്റംസൊന്നും കഴിക്കാനൊന്നും പാടില്ല, നെയ്യാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് മരിക്കണതിൻ്റെ ഉള്ളിൽ നല്ല ഭക്ഷണമൊക്കെ തിന്ന് മരിക്കണ്ടേ. അല്ല, ബ്രൗൺ കളറ് തരണം. എന്താ ബ്രൗൺ കളറ് വന്നിട്ട് എന്താ എൻ്റെ മോളിൻ്റെ ഉപ്പാനായിട്ട് നല്ല കളിയിലട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം നടക്കും. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കണ വന്നു കഴിഞ്ഞാൽ എന്നെ വന്ന് ഉണ്ടാക്കി തരും. എന്താ കളി കഴിഞ്ഞാ ഉപ്പപ്പാനായിട്ട്. അനിയത്തി വർക്കിന് പോയിക്കാണ്, ഇവിടെ ഇല്ല, അവിടെ ആരുമില്ല, അവൾക്ക് ലീവില്ല. അപ്പോൾ അവൾക്ക് എന്തായാലും മാറ്റി വെക്കണമല്ലോ. ചൂട്
ഞാൻ അവളെപ്പോൾ വരുമെന്ന് ഉമ്മാനോട് ചോദിക്കുക. അവളെപ്പോഴാണ് വരുമ്പോൾ അപ്പോൾ ഒരു 7:30 ആവും. ഷംനയോ ലേറ്റ് ആവും. അവൾക്ക് എന്തായാലും മാറ്റി വെക്കണം നമുക്ക്. ഉപ്പല്ല, പഴത്തിന് ഉപ്പ് അത്ര. എൻ്റെ മോളൊരു കഥയും. പഴത്തിന് ഉപ്പ് നിങ്ങൾ ആരും എവിടെയും കേട്ടിട്ടുണ്ടോ? എൻ്റെ മോൾക്ക് പഴത്തിന് ഉപ്പ കണ്ട ബ്രൗൺ കളർ. നമുക്ക് മാറ്റാം സൈഡിക്ക്. ഈ സൈഡിലേനെ നമുക്ക് കഴിച്ചോക്കെ. ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ കഴിച്ച് നോക്കിയത് കേട്ടോ. പക്ഷെ അത്ര നമുക്ക് കഴിക്കാൻ നമുക്ക് ആദ്യമായിട്ടാണ് ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇത് ബ്രൗൺ പോലെ കളർ കണ്ടു നോക്കുന്നുണ്ടോ? ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മാറ്റിയിടാം. ഓടി കളിക്കുന്നുള്ളൂ. നമുക്കിത് ഇതിലേക്ക് മാറ്റാം. സർവ് ചെയ്തിടാം. സർവ് ചെയ്യാം. ഇതിലേക്ക് സർവ് ചെയ്തിട്ട് പിന്നെ നമുക്ക് വേറെ പാത്രത്തേക്ക് മാറ്റാം. പൊട്ടുന്ന പാത്രം എന്ന് വെച്ചാൽ ഇതിലേക്ക് അങ്ങനെ കുറച്ച് നമുക്ക് മാറ്റിയാൽ പോലെ. ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ. ഉമ്മാനൊക്കെ ഞാൻ ഞങ്ങളുടെ അപ്പുറത്തേക്ക് മണ്ടിച്ച് കിടന്നതെന്ന് വെച്ചാൽ ഉപ്പാനായിക്കോട്ടെ എല്ലാവരും ഞാൻ അങ്ങോട്ട് പോയിക്കാൻ വീഡിയോ എടുക്കുകയാണ്, നമ്മൾ മാറി നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായി. ഇത് തന്നെ പുതിയ റിസാട്ടോ. ഇന്ന് ഞാൻ പെരുന്നാൾക്ക് കുറച്ചധികം 4 കൂട്ടാണ്, പിന്നെ 3 കൂട്ടൊക്കെ ഇവിടുന്ന് കിട്ടിയുന്നുണ്ട്. പിന്നെ 4 or 5 എനിക്കുണ്ടാവും. കറക്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല, ഓർമ്മിട്ടില്ല. ഞാൻ സെറ്റായിട്ടാണ് ഈ പ്രാവശ്യം അങ്ങനെ എടുത്തേക്കുന്നത്. പിന്നെ ഇത് തയ്പ്പിച്ചാണ് കേട്ടോ. ഇതിൻ്റെ കഥ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. മോനൊക്കെ മരിച്ചിരിക്കുന്ന സമയത്ത് കൊടുത്ത ഡ്രസ്സ് ഈ അജ് പെരുന്നാൾക്ക് ഇടാനാണ് എനിക്ക് പറ്റിയിരിക്കണം. അതുവരെ ഇടാൻ പറ്റിയിട്ടില്ല. ഞാൻ അടിച്ചു തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ വാങ്ങിക്കാച്ചിട്ട് വരുന്നത്. എന്നിട്ട് ഇവിടെ കൊടുക്കാൻ എൻ്റെ ഫാമിലിയിൽ ഒരാളടിക്കും, ഫാഷൻ ഡിസൈനറും കൂടിയാണ് അത്. അപ്പം അതിന് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പിന്നെ അടിച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പം നമുക്കൊരു പകുതി ആശ്വാസമായി അടിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ. ചൂട്ടി പിടിച്ച് ഗൈസ്, പണി കിട്ടി ഗൈസ്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ശർക്കര അല്ലേ, അപ്പോൾ ശർക്കര പൊട്ടി പിടിക്കുമല്ലോ. കണ്ടോ, ഇവിടെയൊക്കെ ഇപ്പോൾ വൃത്തിയാക്കിയിട്ട് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കത്ര പ്രശ്നമില്ല. നല്ല വൃത്തിയാക്കി ഓരോന്ന് കുറച്ചുണ്ടാക്കുന്നുള്ളൂ, അധികമൊന്നും ഉണ്ടാക്കില്ല. പക്ഷെ മധുര ഐറ്റംസ് ആയതുകൊണ്ടേ എരിവൊക്കെ ആണെങ്കിൽ പിന്നെ ഇറങ്ങും. മധുരമാകുമ്പോൾ ഇറങ്ങൽ കുറച്ച് പാടായിരിക്കും. തടിയൊക്കെ വെക്കാൻ കഴിക്കണം നല്ലതാണ്. ഞാൻ വലിയ തടിയൊന്നും ഇല്ല കേട്ടോ. എൻ്റെ തടിയൊക്കെ പോയി. കല്യാണം കഴിച്ചുകൊണ്ടാകുമ്പോഴൊക്കെ നല്ല തടിയും കളറൊക്കെ ഉണ്ടായ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ആളല്ല ഇപ്പോൾ. ആളാകെ തടിയും പോയി, എൻ്റെ കളറും പോയി. ഞാൻ മൊത്തത്തിൽ ക്ഷീണയ്ക്കൊരു ഹോർമോണിൻ്റെ പ്രശ്നമുണ്ട്. ഞാൻ ആ മെഡിസിൻ കഴിച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെയാണ് എൻ്റെ ഒരു ഇത്. പക്ഷെ എല്ലാവരും കണ്ടപ്പോൾ ഈ കുറി പെരുന്നാൾക്കൊക്കെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, എന്ത് കോല അത്, നല്ല ക്ഷീണമായിക്കണല്ലോ. കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ എന്താ ഭർത്താവിൻ്റെ വീട്ടിൽ സുഖമില്ല. ഈ ആൾക്കാരുടെ ചോദ്യം എന്താണെന്ന് പറയുക, നമ്മൾ മെലിയൂലേ, നമ്മൾ മെലിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ ചോദ്യം അവിടെ സുഖമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ മെലിയുന്നത്. ഇമ്മാതിരിയൊക്കെ ചോദ്യമാണ് ആൾക്കാർക്ക് കിട്ടാം. ഞാൻ പറഞ്ഞു, എന്താ ഭർത്താവിൻ്റെ വീട്ടിൽ എന്താ സുഖമില്ലെങ്കിൽ? ഞാൻ പറഞ്ഞു, സുഖത്തിനൊന്നും അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. പിത്താരായിക്കോട്ടെ, രണ്ടാളും കുഴപ്പമില്ല. രണ്ടാളും നല്ല കുഴപ്പമില്ലാത്ത ആൾക്കാരാണ്. ഇനി പിക്കാരായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു വീടായാൽ സൗന്ദര്യപ്പണക്കൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടാവുമല്ലോ. രണ്ടിക്കാരും കുഴപ്പമൊന്നുമില്ല, ഫ്രണ്ട്ലിയാണ്, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ചേട്ടാ. അടിപൊളിയാണ്. ഞങ്ങൾ കൂട്ടുകുടുംബമായിട്ട് ഞങ്ങൾ ഒരുമിച്ചൊരു ഫാമിലി ആയിട്ട് നിൽക്കുന്നത്. അവിടെ മാറിയിട്ടൊന്നുമില്ല, വീട് മാറിപ്പോയിട്ടൊന്നുമില്ല ചേട്ടാ. ഇപ്പം തന്നെ അടിപൊളിയാണ്. ഞാൻ അവരൊക്കെ പോയി ഇനി നമ്മൾ ഒറ്റക്കൊക്കെ ആകുമ്പോൾ ഒരു രസം. ഞാൻ എന്തോ ഒരു കഥ, ഒരു സംഭവം പറഞ്ഞുതരാം. പെരുന്നാളിൻ്റെ അന്ന് ആണോ ഇനി പെരുന്നാൾ പിറ്റേ ദിവസമാണോ കറക്റ്റ് ഓർമ്മയിട്ടില്ല. ഞാൻ മൂത്തിത്താടേന്ന് പറഞ്ഞ് എന്താ
ഇത്ത വീട് മാറി പോകുമ്പോൾ ഞാൻ ഭക്ഷണത്തിന് വരും അപ്പം ഇത്ത ചിരിച്ചിട്ട് ഇങ്ങോട്ട് പറഞ്ഞ് ശനി 1-ാം പെരുന്നാളല്ലേ അപ്പോൾ തറവാട്ടിക്ക് വരണേന്ന് കേട്ടാ. എന്നോട് ഇത്ത ഇങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിന് കുഴപ്പമൊന്നുമില്ല വന്നതെന്ന് പറഞ്ഞിട്ടാ. ഈദ് ഫസ്റ്റൊക്കെ ആകുമ്പോൾ തറവാട്ടിൽ തന്നെയാണ് ആഘോഷിക്കുക, ശരിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞ എന്താ ഇത്ത മാറി പോകുമ്പോൾ ഞാൻ അങ്ങോട്ട് വേറെ പെരുന്നാൾക്ക് ഭക്ഷണത്തിന് എന്ന് പറഞ്ഞു. തമാശക്ക് കിട്ടാ. പക്ഷെ കാര്യമാക്കി എടുക്കണവരുണ്ടാവും. പക്ഷെ ഇത്തൊന്നും കാര്യമാക്കി എടുത്തില്ല. എൻ്റെ ഗ്യാസ് മക്കളിക്കല പറഞ്ഞു. പക്ഷെ ഇത്തൊന്നും പറഞ്ഞൊന്നുമില്ല കേട്ടോ. പക്ഷേ ആക്കിയ രസമാട്ടോ, പുള്ളിയാണ്. ഞങ്ങൾ വരണന്നിപ്പോൾ നമുക്ക് എന്ത് കാര്യത്തിനും സപ്പോർട്ടാണ്. കൈ നോക്കണം കേട്ടാ, പൊള്ളുവേ. എന്താ പാപ്പു ഉണ്ടാക്കണമ്മീ? അമ്മച്ചിനെ സഹായിക്കണോ? അമ്മച്ചിനെ സഹായിക്കണോ? അമ്മച്ചി സഹായിക്കണോ? അമ്മച്ചി സഹായിക്കണോ? ആ ആര് ചോദിച്ചു സുഖല്ലേന്ന്? ആര്? ആ ഷേക്ക ചോദിച്ചാ? എപ്പ ചോദിച്ച്? എപ്പ ചോദിച്ചു ഷേക്ക സുഖല്ലേന്ന്? എന്നിട്ട് ഷേക്ക് ചോദിച്ചപ്പോ ഈ എന്ത് പറഞ്ഞി? ഷേക്ക് ചോദിച്ചപ്പോ ഈ എന്ത് പറഞ്ഞി? പിന്നീക്ക് എന്ത് പറഞ്ഞ്? ആ കൈ ആക്കി പോയിട്ട് പപ്പാടെ കൈ തരാൻ പറഞ്ഞു. എന്നാ വേണ്ട. ഷേക്ക് എന്നിട്ട് എന്ത് പറഞ്ഞ്? വേണ്ട വേണ്ട, കൈ പോളും. ഷേക്ക് എന്നിട്ട് എന്ത് പറഞ്ഞ്? കൈ പൊള്ളരുതിട്ടാ. ഷേക്ക് എന്നിട്ട് എന്ത് പറഞ്ഞ്? ഷേക്ക് എന്നിട്ട് പറഞ്ഞെന്താ? ആ ഷേക്കാക്ക് പഴണ്ടോ? ആ ഷേക്കപ്പായം തിന്നു പോയി. ആ ഷേക്ക് ഓഫീസിൽ പോയിക്കാണ് പപ്പ. പപ്പനാണ് ഈ ഷേക്കാന്ന് പറയണേ. അപ്പൊ ഞാൻ പുത്തും പാപ്പു ഇനി മസിലിട്ട് ഉമ്മി. ഷേക്ക് എന്നിട്ട് എന്ത് പറഞ്ഞ്? പഴം വേണ്ടെന്നാ? ഓ അടിയിട്ടു. എന്തിന് മെച്ചിനടിക്കണേ? ഷേക്ക് എന്ത് പറഞ്ഞ്? ഷേക്ക് പണിയെടുക്കാൻ പറഞ്ഞാ? പപ്പ പറഞ്ഞാ? അങ്ങനൊക്കെ പറഞ്ഞാ? ഷേക്ക് എന്ത് പറഞ്ഞ്? മറിച്ചിടാൻ പറ്റൂല, മറിച്ചിട്ടോ. നമ്മളെ ലാലേട്ടൻ്റെ സ്പെഷ്യൽ ഇട്ടാ പഴം, 4 പഴം, 4 പഴം, ഐസ്ക്രീം കേട്ടോ. ലാലേട്ടൻ്റെ സ്പെഷ്യൽ ഉണ്ടാക്കിയതാ. മോള് കഴിച്ചിട്ട് ടേസ്റ്റ് പറയും. ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. ഐസ്ക്രീമും മിൽക്കുമേഡ് മേറൊന്ന് മോഡലാക്കി.
അല്ല ചേച്ചി നീ കളിച്ചോട്ടെ. ടേസ്റ്റ് ഉണ്ടോ എന്നാ? ടേസ്റ്റ് ഉണ്ടോ? ചേച്ചി